let us turn our attention to പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. അതിൻ്റെ 18-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 18. എക്സോഡസ് 33 വേഴ്സ് 18. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. വേഴ്സ് 19 കൂടെ. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുവാനിടയാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. Then Moses said, I pray you, show me your glory. And he said, I myself will make all my goodness pass before you and will proclaim the name of the Lord before you, and I will be gracious to whom I will be gracious, and will show compassion on whom I will show compassion. But he said, you cannot see my face, for no man can see me and live. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ് മോശയുടെ ഈ പ്രാർത്ഥന. നിന്റെ തേജസ് എനിക്ക് കാണിച്ച് തരണമേ. വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. This is a very familiar prayer, Moses interceding prayer. This prayer is, I pray you, show me your glory. വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഞാൻ ഈ വേദഭാഗത്തുനിന്ന് പറയാനായിട്ട് പോവുകയാണ്. എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം, പ്രാർത്ഥന വേണം. I need all of your prayer and your attention because I'm going to talk about a very serious matter from this passage. ഞാൻ ഇതിനു മുമ്പ് ചാപ്റ്റർ 33 പ്രസംഗിച്ചിട്ടുണ്ട്. അത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. Beforehand I already delivered a message from this chapter 33, but that was Moses' prayer. ഞാൻ ആ പ്രാർത്ഥനയിലെ ആ സബ്ജക്റ്റുകൾ മാത്രം പറയാം. ഈ ഒരു കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. Only I am going to mention the subjects of Moses' prayer, but I am going to explain from this verse more. 32-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രായേൽ ആരാധിക്കുന്നതായിട്ട് കാണാം. ചാപ്റ്റർ 32-നകത്ത് we can see in chapter 32 they are making a golden calf and they are worshipping that calf. ഇത് കണ്ടോണ്ട് മോശ സീനായിൽ നിന്ന് ഇറങ്ങി വരുന്നു. After seeing this, Moses was coming to from Sinai to the camp. അത് ഈ ഒരു സംഭവത്തിന് ശേഷം ദൈവം പറയുന്നൊരു കാര്യമാണ് 33-3 33 വേഴ്സ് 3-ൽ ഒരു കാര്യം ദൈവം പറയുകയാണ്. ഇവർ ഈ കാളക്കുട്ടിയൊക്കെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു. ഇതാണ് കോണ്ടെക്സ്റ്റ്. The context is, after seeing these Israelites are worshipping the golden calf, God is telling Moses, go up to a land flowing with milk and honey, for I will not go up in your midst, because you are an obstinate people and I might destroy you on the way. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇനി വരില്ല. ഈ ജനത്തെ കനാനിലേക്ക് നയിക്കാൻ ഞാൻ നിന്റെ കൂടെ വരില്ല. ഇവർ ദുശാഠ്യമുള്ള ജനമാണ്. ഞാൻ വന്നാൽ ഇവരെല്ലാവരും മരുഭൂമിയിൽ മരിക്കും. അതുകൊണ്ട് ഞാൻ വരില്ല. ഇതാണ് കോണ്ടെക്സ്റ്റ്. Lord is clearly speaking to Moses, I am not going to come along with these people. If I come, they will definitely be destroyed because these people are an obstinate people. So directly God is saying that I am not going to come along with you. ഈ കോണ്ടെക്സ്റ്റിൽ മോശ പ്രാർത്ഥിക്കുന്നതാണ് 33-13 മുതൽ കാണാം. 33 വേഴ്സ് 13. എല്ലാവരും വേദപുസ്തകത്തിലേക്ക് നോക്കിയേ. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ ദൈവം വരികയില്ലെന്ന് പറഞ്ഞു. ഈ കോണ്ടെക്സ്റ്റിൽ മോശ പ്രാർത്ഥിക്കുകയാണ്. 33-13 ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ മോശ പ്രാർത്ഥിക്കുന്നത്, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഷോ മീ യുവർ വേ. അതാണ് ഒന്നാമത്തെ പ്രയർ റിക്വസ്റ്റ്. ഷോ മീ യുവർ വേ. This is the context and we are seeing that, and Moses is praying to God, show me your way. ആ വാക്യം കണ്ടിന്യൂ ചെയ്താൽ അറിയാം, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഫസ്റ്റ് റിക്വസ്റ്റ്, ഷോ മീ യുവർ വേ. സെക്കൻഡ് റിക്വസ്റ്റ്, ലെറ്റ് മീ നോ യു. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അതാണ് തൻ്റെ രണ്ട് ആവശ്യങ്ങൾ. Two requests Moses put forward. First is, show me your way and let me know you. ഇനി 15-ാമത്തെ വാക്യത്തിനകത്ത് മൂന്നാമത്തെ റിക്വസ്റ്റ് ഉണ്ട്. 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നേ, അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളൊന്നും പോകുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെ റിക്വസ്റ്റ്, ലോർഡ് പ്ലീസ് കം വിത്ത് അസ്. അതാണ് അതിൻ്റെ ഒന്നാമത്തേത്, ഷോ മീ യുവർ വേ. 2, ലെറ്റ് മീ നോ യു. 3, നീ ഞങ്ങളുടെ കൂടെ വരണം.
Three requests Moses is putting forward here. First request is show me your way, and second request was let me know you, and the third request was please come along with us. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. വേഴ്സ് 17 എങ്ങനെ വായിക്കുന്നത്? യഹോവ മോശയോട് നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് എന്ന് പറഞ്ഞാൽ വരികയെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെ എന്ത് ചെയ്യാം. എല്ലാവർക്കും കോണ്ടെക്സ്റ്റ് കിട്ടിയോ? ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ പാസേജിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്. Then God is replying to Moses' prayer that I myself will make all my goodness pass before you and I'll come with you. ഇനി 16-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കി. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നിന്റെ ജനത്തോട് നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ, ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവരായിരിക്കും. ഇനി നിങ്ങൾ ആ വാക്യത്തിലും ചിന്തിക്കണം, ദൈവത്തിന് നമ്മളോട് കൃപയുണ്ടെന്നുള്ളതിൻ്റെ എവിഡൻസ് എന്താ? ആ വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അല്ലാതെ നമ്മളിവിടെ വലിയ അമേരിക്കൻ പ്രസിഡൻ്റ് ആയതൊന്നുമല്ല, അതിൻ്റെ താഴോട്ട് എല്ലാം ഉള്ളല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏതിനകത്താണ് വലിയ കാര്യം പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയുണ്ടെന്നുള്ളതിന് തിരുവെടുത്ത് പറയുന്ന തെളിവ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ തിരുസാന്നിധ്യത്തിൻ്റെ ബോധ്യമില്ലാത്തവരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരാണെങ്കിലും ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇല്ല. ക്ലിയർ ആണോ വാക്യം? അതെൻ്റെ സബ്ജക്റ്റ് അല്ല, ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നതല്ല. ഞാൻ വരിക. ഷോ മീ യുവർ വേ, ലെറ്റ് മീ നോ യു. നീ ഞങ്ങളുടെ കൂടെ വരണം. അതാണ് കൃപയുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. അതാണ് ഭൂതലത്തിലുള്ള സകലരിൽ നിന്നും ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. The thing which distinguishes each one of us is God's presence with us always. Because when we ask, show me your way and let me know your way and please come with us, and God is promising His presence, and those people who are gracious, they always feel the presence of God. അവിടെ കൊണ്ട് സത്യത്തിൽ പ്രയർ റിക്വസ്റ്റ് കഴിയേണ്ടതാണ്. ആൻസർ ലഭിച്ചു അല്ലേ? എല്ലാ കാര്യം കംപ്ലീറ്റ് ആകേണ്ടതാണ് ആ വാക്യം കൊണ്ട്. Amen. Moses received the answer to his prayer request. That prayer must have stopped there. ഇനിയും 18-ാമത്തെ വാക്യം നോക്കി. അവിടെയാണ് നമ്മുടെ തീം, ഇന്നത്തെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അതിന് അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണണം. വാസ്തവത്തിൽ 17-ാമത്തെ വാക്യം കൊണ്ട് ഈ പ്രയർ തീരേണ്ടതാണ്, തീർന്നതാണ്. തൻ്റെ ആവശ്യത്തിന് മറുപടി ലഭിച്ചതാണ്. പിന്നെ എന്തിനാണ് ഒരു കാര്യം കൂടെയും ആ ഭക്തൻ പ്രാർത്ഥിച്ചത്? He already received the answer from verse 17 onwards, but still that man of God is putting forward one more prayer request. Why did he pray this prayer? Show me your glory. ഒരിക്കൽ ഒരു ബൈബിൾ ടീച്ചറിനോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച 2 ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നീഡ് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്? ഈ ലോകത്തിലെ ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ആ ടീച്ചറിൻ്റെ ആൻസർ ഇങ്ങനെയായിരുന്നു. ദ ആൻസർ ഈസ് പീപ്പിൾ ഇൻ ദ വേൾഡ് നീഡ് ടു നോ ഹൂ ഗോഡ് ഈസ്. Amen. One time a student asked a Bible teacher, what is the greatest need of this world? Then greatest need of the people of this world. Greatest need of the people of this world. And the teacher replied that they need to know God's presence. They need to know who God is. They need to know who God is. ആ സ്റ്റുഡൻറ്റ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, what is the greatest need of people in the church? സഭയിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ആ ടീച്ചർ പറഞ്ഞ ഉത്തരം സെയിം ആയിരുന്നു. പീപ്പിൾ ഇൻ ദ ചർച്ച് നീഡ് ടു നോ ഹൂ ഗോഡ് ഈസ്. ലോകത്തിലെ ആളുകളും സഭയിലെ ആളുകളും ഒരുപോലെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നാം സേവിക്കുന്ന ദൈവം ആരാണ്. And this student asked the teacher again second time, what is the people inside a church should know about this world? And the teacher replied the same. The people inside the church also should know who a true and real God is. ലോകത്തിലെ എല്ലാ ആവശ്യത്തിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാണെന്നറിയാമോ? നാം സേവിക്കുന്ന ദൈവം ആരാണെന്നറിയുക.
മോശ പ്രാർത്ഥിച്ച് അതിൻ്റെ ഒടുവിലേക്ക് വന്നിട്ട് പറയുക, നിൻ്റെ മഹത്വം ഒന്ന് കാണിച്ചു തരണേ. അതറിഞ്ഞാൽ മാത്രമേ താൻ സേവിക്കുന്ന ദൈവം ആരാണെന്നറിയാൻ കഴിയത്തുള്ളൂ. അതാണ് എൻ്റെ അർത്ഥം. Moses is praying, show me your glory. When we know whom we are serving, the glory of that serving God, then only we will be able to worship him. ഒരു ഭക്തൻ പറഞ്ഞൊരു കോട്ടൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ സന്ദേശം വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ഹൂ വി ആർ ഈസ് വാട്ട് കംസ് ഇൻ ടു അവർ മൈൻഡ്സ് വെൻ വി തിങ്ക് ഓഫ് ഗോഡ്. ദൈവത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണോ അതാണ് എനിക്ക് ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം. മനസ്സിലാവുന്നോ? എല്ലാവരും ഒന്നുകൂടെ ആ ആശയം നോക്കി. ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പം ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണോ അതാണ് ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ നോളജ്. The knowledge of God we can measure in this way. Whenever we think about God, what is the attribute come into your picture about God? That is how you know God. ആ ബന്ധത്തിലാണ് നമ്മുടെ ഇറ്റേണിറ്റി ഇരിക്കുന്നത്. ശരിയാണോ? That relation actually define our eternity. കർത്താവിനെ നമുക്കറിയാമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഇറ്റേണിറ്റി ഇരിക്കുന്നത്. ജോൺ 17:3 വെരി ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 17:3. John 17:3 which very clearly states that how much we know Christ, that much we are sure of the eternity. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് എത്രമാത്രം അറിയാം? Let me ask you truly a question. How much you know the God whom you serve? നമുക്കറിയാവുന്ന ഒത്തിരി കാര്യമുണ്ട്. നമ്മളെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നൊരു ദൈവത്തെ എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയാം. We all are very familiar a prayer answering God. അത് എല്ലാ റിലീജിയനിലും ഉണ്ട്. ശരിയാണോ? All religion has that. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കോമൺ ഗ്രേസിനകത്ത് അതെല്ലാം ഉണ്ട്. Common grace contains that. പക്ഷെ മോശയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അറിവല്ല. വളരെ ഡീപ്പായിട്ടുള്ള, വേറെ ആരും ഇന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണേ. And that is not what Moses wants to know. But here, I already mentioned about common grace and special grace. Here, Moses' prayer is very different. നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണേ. He is praying, show me your glory. നമ്മുടെ ഈ സോ കോൾഡ് റിവൈവൽ മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ഡസ്റ്റ് എന്നാ ഗോൾഡൻ ഡസ്റ്റ് വന്ന് വീഴുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ചില പദങ്ങളൊക്കെ അവർ പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്നാണ്. അല്ല, You might have heard about golden dust in a special meetings when there is a revival meeting, something like that. That is not the glory of God. ഈ ഉറങ്ങുന്നവർക്ക് കേട്ടോ റിവൈവൽ മീറ്റിംഗ് വേണ്ടത്, അല്ലാതെ ജീവനുള്ളവർക്ക് റിവൈവൽ മീറ്റിംഗ് വേണ്ടത്. നമ്മളെ ലൈവാണ്. Those who are alive, they do not need to be revived. Those who are dead, they only need to be revived. Those who are sleeping. എല്ലാവരും കേട്ടോ, റിവൈവൽ എന്ന് പറയുന്നത് 3 പ്രാവശ്യം ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുണ്ട്, ഓൾ ബൈബിളിനകത്തുണ്ട്. റേ വിവരെ എന്നൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം വീണ്ടും ജീവിപ്പിക്കണമെന്ന്. അതുകൊണ്ട് കൃപയ ലൈഫിക്കോസിലെ ആളുകളെല്ലാം വീണ്ടും ജനിച്ചവരാണ്. അതുകൊണ്ട് വീണ്ടും ജീവിപ്പിക്കേണ്ട, നമുക്ക് സാന്റിഫിക്കേഷനിൽ മുന്നോട്ട് പോയാൽ മതി. So we all need to be sanctified, not to be revived again, because we are born again. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, യോഗത്തിന് ശേഷം പറഞ്ഞുതരാം. Hallelujah. If you have any questions after the meeting, I will explain. ഓക്കെ, ഇനിയും ദൈവത്തിൻ്റെ ഗ്ലോറി എന്താണെന്ന് പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ദൈവ മഹത്വം എന്താണെന്ന് പ്രാർത്ഥിച്ചാൽ അത് വെളിപ്പെടുത്തി നൽകാൻ തിരുവെടുത്ത് നമുക്ക് ധാരാളമായി കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹത്വം നമ്മൾ അറിഞ്ഞാൽ മരുഭൂമിയിലെ യാത്ര കനാൻ വരെ സുരക്ഷിതമായിരിക്കും. ആ മഹത്വം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ യാത്ര ദുഷ്കരമായിരിക്കും. Amen. The journey towards the promised land will be very easy if we know truly whom we are serving, the God and his attributes. Otherwise, the journey towards the promised land will be difficult. മോശ ഈ മഹത്വം നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാ? ഒരിക്കൽ മോശയെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, മുൾപ്പടർപ്പിൽ വെച്ച്. എന്താണ് പറഞ്ഞത്? ടച്ച് വിത്ത് ദ ഹോളി ഗ്രൗണ്ട്. നീന്റെ കാലിൽ നിന്ന് എന്ത് ചെയ്യണം? ചെരിപ്പൂരി കളയണം. അവിടെ തന്നെ മോശ ദൈവ മഹത്വം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയതാണ്. Moses already saw the glory of God. First hand he saw
the burning bush in chapter 3, and he already saw the glory over there. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ബേണിംഗ് ബുഷ് കത്തുകയാണ്, പക്ഷെ ബുഷ് കത്തിപ്പോകുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ പാകം? We already read that bush was burning, but it was not being burned. ഒരു ഭക്തൻ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ തീ കത്താൻ ബുഷ് ഒന്നും വേണമെന്നില്ലെന്ന്. One man of God said മീനിങ് മനസ്സിലായോ? ദൈവത്തിന്റെ തീ കത്താൻ ഒരു ഫ്യൂവലും നമ്മൾ കൊടുക്കണ്ട. കർത്താവിനറിയാതെ ചെയ്യാൻ. അവിടുന്ന് തുടങ്ങിയതാണ് ദൈവമഹത്വം കാണാൻ. ആ കാഴ്ചയാ തന്നെ എല്ലായിടത്തൂടെയും നടത്തുന്നത്. The sight of the burning bush, that Moses already saw the glory of God. That sight made him to be strong throughout his journey. അതിനുശേഷം പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, ചെങ്കടൽ കടന്നപ്പോൾ മുന്നിൽ ആ തേജസ്, അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന തേജസ്, അവിടെ എല്ലാം മോശ ആ ഗ്ലോറി കണ്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് സീനായിൽ പോയപ്പോൾ ആ ഗ്ലോറിക്കകത്ത് തന്നെ ഇരുന്നതാണ്. പക്ഷേ 33 വീണ്ടും ചോദിക്കുക, ലോർഡ് ഷോ മീ യുവർ ഗ്ലോറി. Moses already saw the glory of God in several incidents throughout their journey from the land of Egypt to the promised land. But still Moses was pleading and praying to God, show me your glory. ഈ ഗ്ലോറി എന്ന ബൈബിളിന്റെ വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഗ്ലോറി കബോദ് എന്നൊരു വാക്കാ. ആ വാക്കിന്റെ അർത്ഥം ഹെവി ആൻഡ് വെയിറ്റ് എന്നാണ്, ഘനം. Glory, the word meaning is heavy and weight. നിന്റെ ഗ്ലോറി കാണണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം നിന്റെ വെയിറ്റ് ഒന്നറിയണം, നിന്റെ ഘനം ഒന്നറിയണം, നീ എത്ര ഹെവി ആണെന്നൊന്നറിയണം. അതാണ് അതിന്റെ ഒരർത്ഥം. The one meaning is glory, kabod, meaning weight, because we need to know the weight of God. That's what Moses is praying. എന്ന് പറഞ്ഞാൽ മോശ പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്റെ ഇൻഫിനിറ്റ് വെയിറ്റ് എന്താണെന്നൊന്ന് എന്നെ കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. Moses was praying that God, Lord, show me the infinite weight of you. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടുമായിട്ട് ഈ തിരുവെഴുത്തിൽ നിന്നൊരു സന്ദേശം പറയാം. ഈ ഗ്രേറ്റ്നെസ് നമ്മൾ കണ്ടാൽ മാത്രമേ ഈ യാത്ര മുന്നോട്ട് പോകത്തുള്ളൂ. മോശയ്ക്ക് കൃത്യമായി, ഞാൻ ഒന്നുകൂടെ പറയാം, ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ ഗ്ലിറ്ററിംഗ് ഒന്നുമല്ല. ഗ്ലോറി എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലോറിയുടെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്നാണെന്നറിയാമോ? ദ ഹോളി ക്യാരക്ടർ ഓഫ് ഗോഡ്. എന്താ? ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോണം, ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹോളി ക്യാരക്ടറാണ്. അതറിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് യാത്ര ചെയ്ത് കനാനിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതാ മോശ പ്രാർത്ഥിച്ചത്. The journey from the Egypt to the promised land, in order to become easy or to have that journey safe, they need to know the glory. Moses is praying, show me your glory. That means the holy character of God is actually expecting or requesting Moses from God. ഗ്ലോറി കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പം 19-ാം വാക്യം ദൈവം ആൻസർ കൊടുക്കുക. എന്താ ആൻസർ നോക്കി? അതിനെ യഹോവ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ. ഇവിടെ ആരാ പ്രീച്ചർ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ആ വാക്യം വായിച്ചിട്ട്. ഹൂ ഈസ് പ്രീച്ചിങ് ഹിയർ? God himself. And we can see in verse 19, God himself is answering to that Moses' prayer by stating, I myself will make all my goodness pass before you. മോശ പ്രാർത്ഥിക്കുക, എൻ്റെ ഒപ്പം വന്ന് എനിക്ക് വളരെ കാര്യം പറയാനുള്ളതുകൊണ്ട് എവിടെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്ന് അറിയത്തില്ല. ഗ്ലോറി കാണിക്കണമെന്ന് പറഞ്ഞപ്പം യഹോവ പറയുക, ഞാൻ എൻ്റെ മഹിമ നിന്റെ മുമ്പാകെ എന്ത് ചെയ്യാൻ പോവാ? ഘോഷിക്കാൻ പോവാ. അല്ലേ? അങ്ങനെ ഘോഷിക്കാന്നല്ലേ ഇരിക്കുന്നത്? ഘോഷിക്കാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറി എന്താ? ദൈവം ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്. ആ കാര്യം മോശ പറഞ്ഞതല്ല, ദൈവം തന്നെ പ്രസംഗിക്കുകയായിരുന്നു. ദൈവം തന്നെ ഘോഷിക്കുകയായിരുന്നു. അങ്ങനെ ഘോഷിച്ച കാര്യമാണ് ദൈവത്തിൻ്റെ ഗ്ലോറി. Amen. Moses was praying to show him the glory of God. Then God himself is answering in this way, I myself will make all my goodness pass before you and will proclaim the name of the Lord before you. ഇവിടെ God is self revealing. തന്നെ ദൈവം എന്ത് ചെയ്യുക? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വചന വായനയിൽ ദൈവത്തിൻ്റെ ഗ്ലോറി കാണാം.
Amen. When മനസ്സിലാവുന്നു? ആർ യു ഫോളോയിങ് മീ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നാമത്തെ കാര്യം ദൈവം പറയാതെ ഗ്ലോറി എന്നാന്ന് ചോദിച്ചാൽ പറയാ, ഞാൻ എന്നെ തന്നെ അങ്ങ് പ്രസംഗിക്കാം. Hallelujah. Here God himself is self-revealing. So we all can know God by reading these verses. എന്നിട്ട് ആ ഗ്ലോറിയിൽ ഒന്നാമത്തെ കാര്യം ഗോഡ് ഈസ് സെൽഫ് റിവീലിംഗ്. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. എന്നിട്ട് എന്താ ദൈവം തൻ്റെ ഗ്ലോറി ആയിട്ട് പറഞ്ഞത് നിങ്ങൾ കണ്ടോ? എനിക്ക് നോക്കിയാ വാക്യം. Gracious to whom നമുക്ക് ഈ നമ്മുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾ എന്ത് വേണേലും പറഞ്ഞോളൂ, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നോ ലുക്ക് അറ്റ് യുവർ ബൈബിൾ. ഗ്ലോറി എന്നാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കൃപ ചെയ്യുവാൻ, എങ്ങനെ വായിക്കുന്നത്? കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട്. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം ദൈവം പ്രൊക്ലെയിം ചെയ്തത് ഐ ആം ഓട്ടോണമസ്. മനസ്സിലാവുന്നോ? മോശയോട് ഇതിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കണം. ശത്രുക്കൾ നിറഞ്ഞൊരു യാത്ര. ഈ യാത്രയിൽ അക്കരെ പോകാൻ ഒരു മാർഗമില്ല. ദൈവം വരില്ല എന്ന് പറഞ്ഞു. മോശ പറയുക, പറ്റിയല്ല, കൂടെ വന്നാൽ മാത്രം പോരാ, നീ ആരാണെന്ന് കാണിക്കണം. തൻ്റെ ഒന്നാമത്തെ ഗ്ലോറി റിവീൽ ചെയ്യുകയാണ്. ഐ ആം ഓട്ടോണമസ്. Amen. When Moses was requesting God's presence for their journey, and this journey was really difficult through this land, and so God is self-revealing himself, and first self-revealing character of God was autonomous. He was an autonomous God. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ എൻ്റെ കാര്യം എല്ലാം തീരുമാനിക്കും. Autonomous means they are defining themselves. അങ്ങനെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടവരാണ്. If we know that autonomous God, then you already saw the glory of God. മനസ്സിലാവുന്നോ? അല്ലാതെ സ്വർണ്ണപ്പൊടി വീഴുന്നല്ല. ഞാൻ സേവിക്കുന്ന ദൈവം ഓട്ടോണമസ് ആണ്. എനിക്ക് കരുണ ചെയ്യാൻ താല്പര്യമുള്ളവനോട് ഞാൻ എന്ത് ചെയ്യും? കരുണ ചെയ്യും അവനോട്. അതുകൊണ്ടാണ് ഈ വാക്യമാണ് പോള് റോമൻസ് 9 എടുത്തു പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് പോൾ ചോദിക്കുക, ഈ പാത്രത്തിന് കുശവനോട് എന്തേലും പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഗ്ലോറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുന്ന് സ്വതന്ത്രനാണ്, അവിടുന്ന് ഓട്ടോണമസ് ആണ്. എനിക്കിഷ്ടമുള്ളതൊക്കെയും ഞാൻ ചെയ്യും. ഈ മരുഭൂമി യാത്ര സന്തോഷമാകാനൊരു കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ സേവിക്കുന്ന ദൈവം സർവാധികാരിയാണ്, അവിടുന്ന് ഓട്ടോണമസ് ആണ്. ഇവനൊപ്പം പറയാൻ ഒരാളുമില്ല. ആ ഉറപ്പാണ് അവൻ്റെ ഗ്ലോറി. Amen. Hallelujah. This difficult journey in this desert, Moses praying to show God's glory, and God is revealing himself and his sovereignty. He is explaining to Moses here. എനിക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ രക്ഷയൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആ വാക്യമാണ് ഏറ്റവും അധികം ആ കൃപാമഹത്വമെന്നും തൻ്റെ റിച്ചസ് ഓഫ് മേഴ്സി എന്നും റിച്ചസ് ഓഫ് ഗ്രേസ് എന്നും അൺഫാത്തമബിൾ ഗ്രേസ് എന്നൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് വന്നേക്കുന്നതാണ്. ഗോഡ് ഈസ് ഓട്ടോണമസ്. അതാണ് ഗ്ലോറി കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം. One meaning to see glory of God means he is an autonomous God. He is a sovereign God. That is the meaning. രണ്ടാമത്തേത് അതിനോട് ചേർന്ന് തന്നെയാണ്. ആ വാക്യത്തിനകത്തുണ്ട് ഗോഡ് ഈസ് ഓട്ടോണമസ്. 2, ഗോഡ് ഈസ് ഓസം. അവന് ഓസം എന്ന് പറഞ്ഞാൽ എന്നാ? തുല്യം പറയാൻ ആരുമില്ല. അതാ പറഞ്ഞേക്കുന്നത്. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ. He is autonomous and he is awesome. Amen. We can see from these verses that God's character, he is an autonomous God and he is an awesome God. അതിൻ്റെ അടുത്ത വാക്ക് കണ്ടോ? നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല. അതാണ് ദൈവത്തിൻ്റെ ആ ഓസം എന്ന് പറഞ്ഞാൽ. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഇഷ്ടംപോലെ വാക്യമില്ലേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഇതുവരെയും നിങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അമർത്യതയുള്ളവൻ. അതിൻ്റെ അർത്ഥമാണ് ഹീ ഈസ് ഓസം. ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവസഭ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 2 കാര്യം, ഓട്ടോണമസ് ഗോഡാണ്, അവിടുന്ന് ഓസം ഗോഡാണ്. Amen. We can see here God's 2 characteristics. He was revealing himself. He is an autonomous God and he is an awesome God, because God was saying that no one can see my face, for no man can see me and live.
മോശയുടെ ആഗ്രഹമാണ് എനിക്ക് നിന്നെ ഒന്ന് എന്ത് ചെയ്യണം, കാണണം. കാണണം. Moses has a desire to see him. ഈ ഓസം ഗോഡിനെ കണ്ടാൽ മരിച്ചു പോകുമെന്ന് യഹോവ തന്നെ എന്ത് ചെയ്തു, God പറഞ്ഞു. himself was replying that if you see me, you will not be alive. ഇവിടെ 3 പ്രൊട്ടക്ഷൻ ലെയറാണ് മോശയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്. 3 പ്രൊട്ടക്ഷൻ ലെയർ. But here we can see God is actually preparing 3 layers of protection for Moses in order to be alive. നീ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കുക, ഞാൻ നിന്നെ അവിടെ നിർത്താവെന്ന് പറഞ്ഞു. He was ഒന്നാമത്തെ saying കാര്യം. that first thing, I will put you in the cleft of that rock. ഇതിനെ ബേസ് ചെയ്തൊരു പാട്ടുണ്ട്, ഏതാ? റോക്ക് ഓഫ് ഏജസ്. Cleft for me. ഇവിടുന്നാണ് ആ പാട്ട് വന്നേക്കുന്നത് കേട്ടോ, റോക്ക് ഓഫ് ഏജസ്. Amen. Based on this verse, there is an English song, a hymn, Rock of Ages, cleft ആ for me. പിളർന്ന പാറയുടെ ചിത്രമാണ് ക്രൂശ്. ഇത് കണ്ടോണ്ടാണ് ആ ഭക്തൻ പാട്ട് എഴുതിയത്. The cleft of the rock is the foot of the cross. അങ്ങനെങ്കിൽ ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുന്ന മോശയോട് ദൈവം പറയുകയാണ്, ഒന്നാമത്തെ ബഫർ സ്റ്റോൺ ആയിട്ട് ദൈവം വെച്ചേക്ക പാറയുടെ പിളർപ്പ്. And so God actually protecting Moses. If he is going to see me, God is putting a buffer zone or a protection place. That's a cleft of the rock. രണ്ടാമത്തേത് കൈ കൊണ്ട് തടഞ്ഞു. And the second one is, I will put my hand until I pass away. അങ്ങനെയല്ലേ വായിക്കുന്നത്, സെക്കൻഡ് പ്രൊട്ടക്ഷൻ. Second protection, the covering with God's hand. മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്നാണെന്നറിയാമോ? ബായ്ക്ക് വശം കാണാൻ കൈയെടുത്തു. And the third protection is he removed his hand in order to see the back. 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ. ഇത് ആ തേജസ് കടന്നു പോയപ്പം 2 കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഓട്ടോണമസ് ആണ്, ഞാൻ ഓസമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കത് എഴുതി കിട്ടിയത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ? ജീവിതത്തിൻ്റെ ക്രൈസിസിലും മരുഭൂമി യാത്രയിലും ആരും കൂടെ ഇല്ലെങ്കിലും ജനം മുഴുവൻ പാപത്തിലാണെങ്കിലും ഒരു ഭക്തന് പറയാം, എൻ്റെ യാത്ര മുന്നോട്ട് പോകും, കാര്യം ഞാൻ അവൻ്റെ ഗ്ലോറി കണ്ടതാണ്. Hallelujah. Throughout the life on this earth also, whenever it is difficult and whenever you feel that you are all alone, if you see the glory of God, then you will be able to finish this journey successfully. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം, ഒരൊറ്റ കാര്യം പറഞ്ഞ് നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരം എന്നാണെന്നറിയാമോ? ഈ ഡീപ്പ് നോളജാണ്. Amen. The solution to all of our problem is the deep knowledge of who God is. അവിടെ കൊണ്ടും തീരുന്നില്ല. 34 മേളത്തെ കാര്യം ഒത്തിരി ഉണ്ട്. ഞാൻ നിന്നെ മറയ്ക്കും, കൈ നീക്കും, ഞാൻ നിന്നെ കാണുക, കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. 34ാമത്തെ വാക്യം, യഹോവ പിന്നെയും മോശയോട് പറയുകയാണ്, നീ ആ കൽപ്പലക ഒരുക്കി. 2ാം വാക്യം, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം. അങ്ങനെങ്കിൽ ഒന്നാമത്തെ ഗ്ലോറി എന്നുള്ളത് ഗോഡ് ഈസ് സെൽഫ് റിവീലിംഗ്. സെക്കൻഡ്, ഗോഡ് ഈസ് ഓട്ടോണമസ്. തേർഡ്, ഗോഡ് ഈസ് ഓസം. 4ാമത്തേത്, ഗോഡ് ഈസ് പേഴ്സണൽ. Amen. We can see the 4th point. God is saying that be ready in the morning and come up in the morning and present yourself and I will be there. He is showing his personal character. കണ്ടോ, ഗോഡ് ഈസ്, ഞാൻ പേഴ്സണൽ ക്യാരക്ടർ എന്നുള്ളതിനേക്കാൾ ഗോഡ് ഈസ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്നാ, നമുക്കെല്ലാവർക്കും ഈ കർത്താവിൻ്റെ അടുക്കൽ വരാം. Amen. മനസ്സിലാവുന്നോ? ഇത്രയും ഗ്ലോറി ആണെങ്കിലും ആ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും നിന്റെ പ്രശ്നവുമായിട്ട് നിനക്ക് അങ്ങോട്ട് കടന്നു ചെല്ലണമല്ലോ, നിനക്ക് ആ കനാനിലെത്തണമല്ലോ. ആ യാത്രയിൽ നീ സേവിക്കുന്ന ദൈവം, ഹീ ഈസ് പേഴ്സണൽ, നിനക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാം. Amen. Through this journey, though God is an awesome God and autonomous and awesome, we are unable to approach, but still he is a personal God. We can approach him personally. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ ഇൻഡിവിജ്വലി കർത്താവിനെ മീറ്റ് ചെയ്യണം. We all need ഈ to meet. ചർച്ചിൻ്റെ ഇടയിൽ ഈ കോർപ്പറേറ്റ് വർഷിപ്പ് എന്നുള്ളത് നമ്മുടെ ഉണ്ടാക്കിയ കാര്യമാണ്. ഇൻഡിവിജ്വൽ ആണല്ല. Amen. സ്പിരിച്വാലിറ്റി ഇൻഡിവിജ്വൽ ആണ്. നീ രാവിലെ ഒരുങ്ങി എൻ്റെ സന്നിധിയിൽ വരണം. ഹി ഈസ് വെരി പേഴ്സണൽ. Amen. He is a personal God and he is saying that spirituality is personal because he is exhorting Moses, be prepared in the morning and come. ഗ്ലോറി മനസ്സിലാവുന്നു? എന്താ? ഓട്ടോണമസ് ആണ്, ഓസമാണ്,
അവൻ പറഞ്ഞ ഡിസ്ക്ലോഷർ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. 3, അവൻ്റെ അടുക്ക ചെല്ലാം. ഹീ ഈസ് സോ പേഴ്സണൽ. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം 34:5 നോക്കിയേ. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ വന്ന്, യഹോവയുടെ നാമത്തെ 4-ാമത്തെ അവൻ്റെ 5-ാമത്തെ അവൻ്റെ ഗ്ലോറി എന്നാണെന്നറിയാമോ? ഗോഡ് ഈസ് സോ നിയർ. Amen. ആമേൻ. God is here in verse 5, we can see he's explaining the Lord descended in the cloud and stood there with him. God is so near. എന്ന് പറഞ്ഞാൽ ഫാദർ എന്ന് ഞാൻ പതിയെ വിളിച്ചാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കമറിയാവുന്ന അടുത്ത് അവൻ ഉണ്ടെന്നുള്ളതാണ്. മേഘത്തിലിറങ്ങി മോശയുടെ അടുക്കൽ നിന്നു. God is near. Amen. We can see that though God is an awesome God, we cannot approach him. But still, when Moses was praying, in order to show the reply of the prayer, the Lord descended in the cloud and stood there with him. God is a God who is very near to those who cry to him. ആ ഗ്ലോറി എന്നാന്ന് റിവീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരാം. ഞാൻ പേഴ്സണലാണ്, ഞാൻ സർവശക്തനാണ്, ഓട്ടോണമസ് ആണ്, മേഘത്തിലിറങ്ങി നിന്റെ അടുക്കൽ വരുന്നവനാണ് ഞാൻ. മോശ ഗ്ലോറി കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കാണിച്ചതെങ്കിൽ നമുക്ക് എന്ന് പറയാം, നിന്റെ മഹത്വം ഞങ്ങളെ ഒന്ന് കാണിക്കണേ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം തന്നിട്ട് പറയും, ദിസ് ഈസ് മൈ ഗ്ലോറി. Amen. When we ask God to show his glory, God will reveal to us that the book, the scripture is the answer, or scripture is the glory of God. ഇനിയും ആ 6-ാമത്തെ വാക്യത്തിനകത്ത് 2 കാര്യമുണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു കണ്ടോ? യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് വീണ്ടും പ്രസംഗിക്കുക. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവവചനം പറഞ്ഞാൽ മതി, അതിനകത്തുണ്ട് കേട്ടോ. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്നാൽ യഹോവ, വീണ്ടും ആ പേര് റിപ്പീറ്റ് ചെയ്യുക, യഹോവയായ ദൈവം. എന്തേലും വ്യത്യാസമുണ്ടോ? ഒരു ആ എഴുത്തിനൊരു പ്രശ്നം പോലെ തോന്നില്ലേ? യഹോവ എന്ന് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ഗ്രീക്കിൽ എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ ഹീബ്രു എങ്ങനെയാണെന്നറിയാമോ? ഏൽ, യാഹ്വേ. അതിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഗോഡ് ഈസ് പവർഫുൾ. ആ 2 വാക്ക് ചേർക്കാൻ വേണ്ടിയാണ് അങ്ങനെ യഹോവ പറഞ്ഞത്. യഹോവ ഒരു പോസിറ്റിട്ട്, യഹോവയായ ദൈവം, എൽ യാഹ്വേ. Amen. We can see 2 times the Lord God. It shows that it is an independent God and also powerful, independent and powerful. അന്നെങ്കിൽ ഗ്ലോറി കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം ഉണ്ട് അതിനകത്ത്? ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. Amen. Hallelujah. പവർഫുള്ളാണ്, അടുത്ത് വരുന്നവനാണ്. നിനക്കെൻ്റെ സന്നിധിയിൽ വരാം, ഞാൻ വെരി പേഴ്സണലാണ്. ക്ലിയർ ആവുന്നോ? വെരി പേഴ്സണലാണ്. ഇനി നിങ്ങൾ പറ, ഈ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുള്ളവരല്ലേ എല്ലാവരും ഇവിടെ ഇരിക്കുന്നേ? എല്ലാവർക്കും അറിയത്തില്ല ആ ദൈവത്തിൻ്റെ മഹത്വം എന്നാന്നുള്ള കാര്യം. അങ്ങനെങ്കിൽ ഈ കൂട്ടായ്മ എന്തിനാണെന്നറിയാമോ? മോർ ക്ലോസ് ടു ഹിം. കൂടുതൽ അറിയാൻ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. Amen. We all know God in through different situations and circumstances. We came to realize the glory of God. So why are we gathering as a fellowship here? Because we need to know him more. വീണ്ടും 6-ാം വാക്യത്തിനകത്ത് എൻ്റെ ഗ്ലോറി പറയുകയാണ്, കരുണയുള്ളവനും, കരുണയും കൃപയുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുള്ളവൻ. ദൈവത്തിൻ്റെ ഗ്ലോറിയാ. നോക്കിയേ, ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദാറ്റ് ഈസ് ഹിസ് ഗ്ലോറി. ഗോഡ് ഈസ് കമ്പാഷനേറ്റ്, ദാറ്റ് ഈസ് ഹിസ് ഗ്ലോറി. ഗോഡ് ഈസ് ലവിങ്, ഗോഡ് ഈസ് ട്രൂത്ത്ഫുൾ. ഇതൊക്കെ അവൻ്റെ മഹത്വം. Amen. God is explaining his glory. We can see here, he is a compassionate God, he is a gracious God, he is slow to anger, and he is in abounding and in loving kindness and in truth. ഞാനൊരു 4 കാര്യം എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഒരു 4 കാര്യം വാക്യത്തിനകത്തുണ്ട്. കരുണയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഹിസ് ലവിങ് മേഴ്സി ടു മോസസ്. ആ കരുണയുടെ സ്നേഹം മോശ എന്ത് ചെയ്യുക? അടുത്ത വാക്ക് ട്രൂത്താണ്, വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ ഹിസ് റിലയബിൾ മേഴ്സി ടു മോസസ്. അടുത്തത് 1000 ദയപാലിക്കുന്നവെന്ന് പറഞ്ഞാൽ ഹിസ് ബൗണ്ട്ലെസ് മേഴ്സി ടു മോസസ്. അടുത്തത് ഹിസ് ഫോർഗിവിംഗ് മേഴ്സി ടു മോസസ്. ഞാൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. നോക്കിയേ, ഈ ദൈവത്തെ കണ്ടാൽ മോശയോട് പറയുക, മഹത്വം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുക, ഞാൻ പ്രസംഗിക്കുക. എന്താ? ഞാൻ കരുണയുള്ളവൻ,
ഞാൻ കൃപയുള്ളവൻ, ഞാൻ ദീർഘക്ഷമയുള്ളവൻ, ഞാൻ മഹാദയയുള്ളവൻ, ഞാൻ വിശ്വസ്തനായവൻ, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അതിക്രമവും പാപവും കണക്കിടാത്തവൻ. Amen. ഗ്ലോറി മനസ്സിലായോ? The glory of God, God himself is proclaiming the Lord God, compassionate, gracious, slow to anger, abounding in loving kindness and truth, who keeps loving kindness for thousands, who forgive iniquity, transgression and sin. ഇതെല്ലാം ആര് പറഞ്ഞതെന്നറിയാമോ? യഹോവ പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വം എന്താണെന്ന് നിനക്ക്. നമ്മൾ ചിന്തിച്ചേക്കുന്ന മഹത്വം എന്നാണെന്നറിയാമോ? ഇങ്ങനെ തീ വെല്ലുന്ന കത്തുന്നൊരു സാധനം മുന്നോട്ട് വരുന്നു, അതെല്ലാം നമ്മുടെ മേ വന്ന് പതിക്കുന്നു. നമുക്കതാണല്ലോ എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ അതല്ല, അതുണ്ട്. പക്ഷെ അതല്ല ദൈവം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന മഹത്വം. ഓട്ടോണമസ് ആണെന്നും ഓസം ആണെന്നും സെൽഫ് റിവീലിംഗ് ആണെന്നും ഹീ ഈസ് പേഴ്സണൽ ആണെന്നും ഹീ സോ നിയർ ആണെന്നും ആ ദൈവത്തിൻ്റെ മേഴ്സി ഉണ്ടെന്നും കരുണയുണ്ടെന്നും അവിടുന്ന് ട്രസ്റ്റ് വർത്തിയാണെന്നും അവിടുന്ന് ഫോർഗിവിങ് ഗോഡ് ആണെന്നും അവിടുന്ന് ബൗണ്ട്ലെസ് മേഴ്സി ഉള്ളവനാണെന്നും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് അവനെ ആരാധിക്കണം. അതിനാണിത് വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നു? God is himself revealing the glory of God. Yahweh is saying who he is. He is an autonomous God. He is an awesome God. He is a very personal God, and he is very near to us, and he is an independent and powerful God. 7-8 വായിച്ച് പെട്ടെന്ന് നിർത്തുക. ദൈവത്തിന്റെ ഗ്ലോറി. ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും 3 വാക്ക് അവിടെ ഉണ്ട്. ഞാനതൊക്കെ വിവരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സമയമില്ല. അതിക്രമവും അകൃത്യവും പാപവും ക്ഷമിക്കുന്നവൻ. ഹിസ് ഫോർഗിവിംഗ് മേഴ്സി, ഹിസ് ബൗണ്ട്ലെസ് മേഴ്സി, ഹിസ് റിലയബിൾ മേഴ്സി, ഹിസ് ലവിംഗ് മേഴ്സി. ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് പണീഷിങ്. ഇതും അതിനകത്തുണ്ട്. അവൻ്റെ മഹത്വത്തിനകത്ത് എന്നാ ഉണ്ട്? കണ്ണടച്ച് വിടുകയല്ല. പിതാക്കന്മാരുടെ അകൃത്യം മക്കളോടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കോൺസിക്വൻസസ് പിന്തുടരുന്നു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീ ഈസ് പണീഷിങ്. That is part of his glory. Amen. He is revealing his glory. We can see one side. We can see he is a compassionate and a forgiving God. But the other side, he is a consuming fire. He will punish sin. 11 കാര്യമാണ് ഗ്ലോറി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. 11 കാര്യം. 11 characters he explained in order to explain the glory of Yahweh. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ക്യാരക്ടർ അറിയത്തില്ലേ? We are all familiar all those കൂടുതൽ അറിയണമെങ്കിൽ പുസ്തകം വായിച്ചാൽ മതി. കൂടുതൽ അറിയേണ്ടത് വായിച്ചാൽ മാത്രം മതി. If we need to know the glory of God more and more, we need to read scripture more and more. അങ്ങനെ ഈ ഗ്ലോറി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യമുള്ളൂ. വേഴ്സ് നമ്പർ 8. മോശയോട് ദൈവം ഇതങ്ങ് പ്രസംഗിച്ച് കേൾപ്പിച്ചു. 8ാമത്തെ കാര്യം, അപ്പോൾ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് എന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിൽ പോയി 5 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്നല്ല, പിന്നെന്താ, അവിടെ തന്നെ വീണെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഇനി നമുക്കും പ്രാർത്ഥിക്കാം. ഷോ മീ യുവർ ഗ്ലോറി. After God answered the request of Moses to show him his glory, after God explained everything, what was Moses' response? We can see that in verse 8, Moses made haste to bow low toward the earth there and worship. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. ഇവിടുത്തെ വർഷിപ്പ് ലീഡർ ആരാന്നറിയാമോ? ഈ പാസേജിനകത്ത് യാഹ്വേ ആണല്ലേ. Do you know who? ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഓസമാണ്. അങ്ങനെങ്കിൽ അടുത്ത സെന്റൻസ് പറഞ്ഞാൽ ആരും എന്നോട് പിണങ്ങരുത്. ട്രൂത്ത് പ്രസംഗിക്കുന്ന പ്രീച്ചർ ഒരു വർഷിപ്പ് ലീഡറാണ്. മനസ്സിലാവുന്നു? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും അല്ല, ട്രൂത്ത് പ്രസംഗിക്കുന്നവര്. ഈ 10 കാര്യം പറഞ്ഞാൽ മതി. ഒന്ന് നോക്കിയേ. ഹീ ഈസ് ഓട്ടോണമസ്, ഓസം, സെൽഫ് റിവീലിംഗ്, വെരി പേഴ്സണൽ, സോ നിയർ, ഹീ ഈസ് പണീഷിംഗ്, ഹീ ഈസ് വർത്തി, ഹീ ഈസ് ബൗണ്ട്ലെസ്, മേഴ്സിഫുൾ. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാനായിട്ട് വരും? അവൻ്റെ കാൽക്കലോട്ട് എന്ത് ചെയ്യുക? വരിക. ക്ലിയർ ആയോ സന്ദേശം? ഇത്രയും പറഞ്ഞാൽ പോരാ എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാമോ?